ചില സ്വർഗവാസികളോട് റബ്ബും അന്ന് ചോദിക്കുമെന്താ വേണ്ടതിനിയും ഇന്ന്. ഞാൻ റബ്ബിനോടെന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള വിവരവുമില്ലതാ കുഴയുന്നത്. എന്തൊക്കെയാ സ്വർഗത്തിലുള്ളവയെന്നത് അറിവില്ലവർക്കും ആലിമാണറിയുന്നത്. വേണ്ടുന്നതെന്താണെന്ന് അപ്പോൾ വ്യക്തമായി ഉലമാക്കളും സുഹൃത്തുക്കളെ പറയുന്നതായി. ജനമെപ്പോഴും ഉലമായിനെ കിഴിയേണ്ടതാ എന്നുള്ളതും ഇൽമിൻ്റെ സീറ്റിൽ പെട്ടതാ. ഇൽമെപ്പോഴും കേൾക്കേണ്ടതാണെന്നുണ്ട്, ഖൽബിന് ഹയാത്തത് കൊണ്ടുവരുമെന്നുണ്ട്. കേൾക്കാതെ വന്നാൽ 3 ദിവസം ഇൽമുകൾ മരണപ്പെടും. അതിനാൽ സുഹൃത്തെ ഖൽബുകൾ ഇൽമിൻ്റെ മധുരം നീ അറിഞ്ഞാൽ പിന്നെ സമയം അതിൽ ചെലവാക്കുമെല്ലാം തന്നെ. സമ്പാദ്യമായി സന്താനത്തിനതു തന്നെ കൊടുക്കുന്നതിൽ മടിക്കാതിരിക്കും. പിന്നെ ഇൽമുണ്ട് എങ്കിൽ മാത്രമാണ് അന്ത അറിയുന്നതും ഇല്ലാതെ വന്നാൽ എന്താ. ഉലമായിനോട് മഹബ്ബത്താ വേണ്ടുന്നത്, അവർക്കുള്ള അറയിൽ ഉണ്ട് നീ കാണാത്തത്. അതിൽ നിന്ന് എന്തോ ഒന്നു തന്നാൽ മതി മതി, വിജയം നിനക്കായി പിന്നെ എന്നും സ്ഥിതിഗതി. അല്ലാഹു ജല്ല ജലാലവൻ ഖൈറിനെ ഒരു വ്യക്തിയിൽ കരുതുന്നു എന്നാലന്ന് സുഹബത്ത് സാലിഹിനോടവൻ ആക്കുന്നതാ എന്നുള്ളതും മിസ്ബാഹദിൽ പറയുന്നതാ. ഏതെങ്കിലും സദസ്സിൽ പറഞ്ഞാൽ മദ്ഹുകൾ പൊതിയുന്നതാ റഹ്മത്ത് വന്ന സദസ്സുകൾ. ഇറങ്ങുന്ന റഹ്മത്താൽ ഇലാഹും അന്ന് മേഘങ്ങളും സുഹൃത്തെ അതാ പടക്കുന്ന്. ആ മേഘമേത് സ്ഥലത്തു പെയ്താൽ പിന്നെ കുടിക്കുന്നവൻ ഇസ്ലാം മതത്തിൽ തന്നെ.